അപ്പൊ എല്ലാരും പറഞ്ഞു ഞാൻ കൺട്രോളർ വിളിച്ചെന്ന് പറഞ്ഞു ഒരുത്തൻ കൺട്രോളർ തെറി വിളിക്കാൻ സിനിമയ്ക്കകത്തുള്ളവർ തെറി വിളിക്കാനും വേണ്ടി ഒരുത്തൻ ഇറങ്ങിയെന്നും പറഞ്ഞ് നിങ്ങളുടെ ഗ്രൂപ്പ് പ്രൊഡക്ഷൻ കൺട്രോൾ അസോസിയേറ്റ് പ്രൊഡക്ഷൻ കൺട്രോളറുടെ ഗ്രൂപ്പിനകത്തൊക്കെ പറന്ന് വരുന്നുണ്ട്. അതൊന്നും എനിക്കില്ല. ഈ കാര്യം ആരും പറയാത്തതിന്റെ പേര് ആർക്കും അറിയത്തില്ലായിരുന്നു. ഇത് ഞാൻ അങ്ങ് പറയും. ഇത് അനുഭവിച്ച ആൾക്കാർക്ക് മാത്രമേ ഇത് പറയാൻ പറ്റത്തുള്ളൂ. അറിയാം അവർക്ക്. എന്നെ എത്രയോ സുഹൃത്തുക്കൾ സിനിമയിലുള്ള പ്രൊഡ്യൂസ് ചെയ്തിട്ട് നശിച്ച ആൾക്കാർ, പ്രൊഡ്യൂസ് ചെയ്തിട്ട് ലോസ് വന്ന ആൾക്കാരൊക്കെ നിങ്ങൾ ചില കമന്റുകൾ എടുത്ത് നോക്കി മനസ്സിലാവും. അവരെന്നെ പേഴ്സണലും മെസ്സേജ് ചെയ്യുന്നുണ്ട് എന്റെ അനുഭവം. അപ്പൊ എത്ര പേർ അനുഭവമായിരിക്കും അറിയോ? അപ്പൊ ഞാനിത് എന്റെ അറിവ് ശരിയാണെങ്കിൽ ഇത് മലയാളത്തിൽ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ കേട്ടോ. തമിഴിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്രയും ഇതില്ല. ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ കാലുമേ കാലും വെച്ചിട്ടും വരാത്തത് ഒരു ഇവിടുത്തെ ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് പറയല്ല, ഞാൻ ഈ പറഞ്ഞ കുറച്ച് ആൾക്കാരെയാണ് ഈ പേര് പറയാത്തതെന്ന് പറഞ്ഞാല് എനിക്ക് തെളിവുകൾ എന്ന് പറഞ്ഞ സാധനം ഒന്ന് വീഡിയോ ക്ലിപ്പോ മറ്റേത് കൊണ്ടുവരേണ്ടി വരും. ഇത് ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോ പ്രൊഡ്യൂസർമാർ സിനിമ എടുത്തിട്ടുള്ള പ്രൊഡ്യൂസർമാര് അവര് വന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ വരുന്നതാണ്. എനിക്ക് പറ്റിയതാടാ. പിന്നെ എനിക്ക് പേഴ്സണലി ഒന്ന് രണ്ട് ടീമിന്റെ അടുത്ത് ഇത് ഉണ്ടായിട്ടുമുണ്ട് കേട്ടോ, 100%. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് തെളിവ് കൊണ്ടുവരാൻ പറഞ്ഞാൽ എനിക്ക് ഇതൊക്കെയാണ്. എന്തിന് തെളിവ് കൊണ്ടുവരണം? ഈ സിനിമയിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും പ്രൊഡ്യൂസർ, ഇത് അറിയാത്ത ആൾക്കാർ നിങ്ങളുടെ കണക്ഷനിലുണ്ടെങ്കിൽ നിങ്ങൾ പ്രൊഡക്ഷൻ കൺട്രോളർമാർ ഞാൻ എപ്പോഴും പറഞ്ഞത്, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ചില പ്രൊഡക്ഷൻ കൺട്രോളർമാർ ഭയങ്കര ബഡ്ജറ്റ് കൂടി എന്ന് പറഞ്ഞ് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. ഒരു വലിയൊരു ബിഗ് ബഡ്ജറ്റ് സൂപ്പർ സ്റ്റാറിന്റെ ഒരു പടത്തിന് പ്രൊഡക്ഷനകത്ത് പൈസ കൂടിയപ്പം ആ കൺട്രോൾ, ഇപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഇത് വേറെ സംഭവം, ഇത് വലിയ ഒരു സൂപ്പർ സ്റ്റാറിന്റെ പടമാണ്. ബഡ്ജറ്റ് കൂടിയെന്നും പറഞ്ഞ് പ്രൊഡ്യൂസറിന്റെ അടുത്ത് ബഡ്ജറ്റ് കൂടിയെന്നും പറഞ്ഞ് ഇയാൾ കിടന്ന് കറങ്ങുവാണ് ഈ കൺട്രോളർ. എന്നിട്ട് ഇയാൾ എങ്ങനെ ബഡ്ജറ്റ് കുറയ്ക്കാന്ന് പറഞ്ഞ് തല പോയിക്കൊണ്ടിരിക്കുക. ഇന്ന സാധനം കട്ട് ചെയ്ത് അവിടെ കുറയായിരിക്കും. അത്ര ഐഡിയ ഉള്ള കൺട്രോളർമാരെ നമുക്ക് ഇവിടെ ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് 20 ലക്ഷം രൂപ മുതൽ, പിന്നെ വേറെ കാര്യം, 20 ലക്ഷം രൂപ മുതൽ 20 കോടിയോ 200 കോടിയോ മുടക്കുന്ന പടത്തിന് പ്രൊഡക്ഷൻ കൺട്രോളർ ഒപ്പിട്ടുണ്ടെങ്കിൽ, സംഘടന ഉണ്ടെങ്കിൽ മാത്രമേ ഇത് അപ്രൂവ്. യഥാർത്ഥത്തിൽ ഞാൻ ഇപ്പോഴും പറയുന്നു, നിങ്ങൾ വിചാരിക്കുന്ന സെൻസർ സർട്ടിഫിക്കറ്റ് ഓക്കെ ആവണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സംഘടനയ്ക്കകത്ത് അംഗം വേണം. ഒരിക്കലുമില്ല. സെൻസർ സർട്ടിഫിക്കറ്റ് എടുക്കുന്ന സിനിമയുടെ സെൻസറിന്റെ ഭാഗമായിട്ട് സർട്ടിഫിക്കറ്റും കാര്യങ്ങളും വേണമെങ്കിൽ എവിടെ അംഗത്വം എടുക്കേണ്ട യാതൊരു കാര്യമില്ല. അങ്ങനെ വല്ല തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് തെറ്റാണ് കേട്ടോ. ആദ്യമേ ഞാൻ അത് പറയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ട് വരുന്നത്. അതിന് എന്നെ മക്കത്തിട്ട് കയറിയിട്ട് ഒരു കാര്യമില്ല.